ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ആ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ മുന്നോട്ട് പോകാതെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ്, ആ ബ്ലോക്കിനെ മറികടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നൊരു അഡ്വൈസ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളെ മുന്നോട്ട് പോകാതെ ബ്ലോക്ക് ചെയ്യുന്ന എനർജി കാര്യം എന്താണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ്, ഈ ബ്ലോക്കിനെ അതിജീവിക്കാൻ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു മേജർ ആർക്കാന കാർഡാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു എനർജിയാണ്. പക്ഷേ നിങ്ങളതിനെ ബോധപൂർവം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശക്തി കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രമേൽ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യത്തെ മറികടക്കാൻ, അതായത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ ഇത്രയും സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങളെ എന്ത് കാര്യമാണ് ബ്ലോക്ക് ചെയ്യുന്നത്, മുന്നോട്ട് പോകാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് മറ്റൊരു മേജർ ആർക്കാന കാർഡായ ദ ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിടെ മനസ്സും ഹൃദയവും ഒരുപോലെയല്ല സഞ്ചരിക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് ഹൃദയം ഒന്ന് പറയുമ്പോൾ മനസ്സ് വേറൊന്ന് പറയുന്നൊരവസ്ഥ. എങ്ങോട്ട് പോകണം, അതായത് ദിശ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നില്ല എന്നാണ് കാണുന്നത്. പോകാൻ നിങ്ങൾക്ക് കറേജ് ഉണ്ട്, അതായത് ധൈര്യമുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ഏത് സാഹചര്യം അതിജീവിക്കാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു മുന്നോട്ട് പോകേണ്ട ദിശ തന്നെയാണ് ബ്ലോക്കായിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഇതിനെ മറികടക്കുവാൻ, അതായത് ഈ ബ്ലോക്കിനെ മറികടക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുള്ളത്, അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാൻ നിങ്ങളെ സ്റ്റക്കായി നിർത്തുന്ന എനർജി എന്ന് പറയുന്നത് എന്തോ ഒരു ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യും. കിങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ എനർജിയാണ്. നിങ്ങൾ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ സഞ്ചരിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്താൽ നിങ്ങൾ സഞ്ചരിക്കേണ്ട പാത തുറന്നു കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ഇമോഷൻസ് ആണോ നിങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ഇതിനെ മെച്ചുറായ രീതിയിൽ അതൊരു പാഠമായി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.